ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 നടത്തിയ കേരള യാത്രയിൽ കണ്ടെത്തിയ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സമഗ്ര റിപ്പോർട്ടായി മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിച്ചിരുന്നു. മാത്രമല്ല, ഈ റിപ്പോർട്ടിന് 2 ഭാഗമുണ്ടായിരുന്നു. അതിലൊരു ഭാഗം പൊതുവേ നമുക്ക് പുറത്തു പറയാൻ പറ്റുന്നതും രണ്ടാമത്തെ ഭാഗം വളരെ രഹസ്യ വിവരങ്ങൾ അടങ്ങിയ കണ്ടെത്തലുകളുമായിരുന്നു. അത് മുഖ്യമന്ത്രിക്ക് മാത്രമേ നമ്മൾ സമർപ്പിച്ചിട്ടുള്ളൂ. കേരള യാത്രയിലെ കണ്ടെത്തലുകൾ ഞെട്ടിക്കുന്നതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു. ലഹരി വ്യാപനം വിദ്യാർത്ഥികളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചാണ് എന്ന പ്രധാന കണ്ടെത്തലാണ് മന്ത്രിയെ ഞെട്ടിച്ചത്. സ്കൂൾ തുറക്കുമ്പോൾ ലഹരിക്കെതിരെ കുട്ടികൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുമെന്നും മന്ത്രി 24നോട് പറഞ്ഞു. ലഹരിക്കും അക്രമങ്ങൾക്കുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തിയ കേരള യാത്രയ്ക്കൊപ്പം ലഹരി സംഘങ്ങളെക്കുറിച്ച് വിശദമായ പഠനവും നടത്തിയിരുന്നു. ഈ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കും പൊതുവിദ്യാഭ്യാസ മന്ത്രിക്കും കൈമാറി. സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച ലഹരി മാഫിയ ശക്തമാകുന്നുവെന്ന റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ശ്രീകണ്ഠൻ നായരുടെ ഒരു യാത്ര ഉണ്ടായിരുന്നില്ല, ലഹരിക്കെതിരായിട്ടുള്ള മുന്നേറ്റം. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും നല്ല വരവേൽപ്പാണ് ലഭിച്ചത്. അദ്ദേഹത്തിന് കുറേ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വിവരങ്ങളും അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടിലൊരു കോപ്പി എനിക്ക് നൽകിയിരുന്നു. ആ വിവരങ്ങളിൽ നല്ലൊരു ശതമാനം സ്കൂൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ്. നമ്മൾ ഒരുപക്ഷെ കേട്ടാൽ ഞെട്ടുന്ന വിവരങ്ങളാണ് ഉള്ളത്. പലപ്പോഴും രക്ഷിതാക്കൾ ഇക്കാര്യങ്ങൾ വിശ്വസിക്കാറില്ല. ഇത്തവണ സ്കൂൾ തുറക്കുമ്പോൾ തന്നെ ലഹരിക്കെതിരെ ബോധവൽക്കരണത്തിനായി പ്രത്യേക പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. നമ്മുടെ രക്ഷകർത്താക്കളാണെങ്കിൽ പറഞ്ഞാൽ സമ്മതിക്കുകയില്ല. നിങ്ങളുടെ മകൻ ഇതിനടിമയാണ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കുന്നത് മാത്രമല്ല, ചികിത്സിക്കേണ്ട ഒരു അവസരം ഉണ്ടായാൽ ചികിത്സിക്കാൻ പോലും ദുരഭിമാനത്തിൻ്റെ പേരിൽ തയ്യാറാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ലഹരി സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിപത്തിനെ സംബന്ധിച്ചിടത്തോളം ആണോ ആദ്യം ഒരു ക്ലാസ് കൊടുക്കുന്നത്. SKN40 കേരള യാത്രയുടെ ഭാഗമായി അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയതിനെ മുഖ്യമന്ത്രിയും പ്രശംസിച്ചിരുന്നു. 24 തിരുവനന്തപുരം.